നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ നീറ്റിന്റെ വിക്ടറി ഡേ ഇങ്ങനെ തകർത്ത് വാരി നടക്കുമ്പോ ഞാൻ ഇതിൽ ചുമ്മാ നടക്കുമായിരുന്നു. അപ്പൊ ഒരാൾ ഓടിങ് വന്നിട്ട്, സർ എനിക്ക് സാറിനെ അറിയാം, ഞാൻ പണ്ട് റിപ്പീറ്റ് ചെയ്യാൻ കൊല്ലം സെന്ററിൽ വന്നപ്പം താനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാ ഈ പയ്യൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതാ ഈ ഒരു മൊമെന്റോ ഉണ്ട്. ഞാൻ വെറുതെ ഒന്നെടുത്ത് നോക്കി. ഇത് നോക്കിയാൽ ചെറുതായിട്ടും ഞെട്ടി. സ്കോറ് 691, റാങ്ക് 2948. അപ്പൊ ഈ നിഹാൽ ബിനുവിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിഹാലെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എത്ര ലക്ഷം ആളുകളിൽ നിന്നുമാണെന്നറിയാമോ ഈ 2948? 23, 24 സംതിങ് ലാക്സ്. അതെ, 23 ലാക്സ്, അറൌണ്ട് 23 ലാക്സ് സ്റ്റുഡൻസിൽ നിന്നുമാണ് 2948 ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ വന്നത്. അതായത് അവന്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു. ഈ ചിരി ഇതിന് മുൻപ് ഞാൻ കാണുന്നത് ഞാൻ കൊല്ലം സെന്ററിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോഴത്തേന് അവിടെ വെച്ച് ഓടി വന്ന് എന്റെ അടുത്ത് വർത്താനം പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേഴ്സണൽ ഹാപ്പിനെസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിഹാലിന്റെ ഫാമിലിയാണ്, അത് പരിചയപ്പെടുത്തിയത്. ബിനു. എന്റെ പേര് ഷിനി. നിമ ഫാത്തിമ. എത്രയിലാ പഠിക്കുന്നത് മോള്? സെവന്തിലാണ് പഠിക്കുന്നത്. ചേട്ടന്റെ വിജയം കണ്ടോ? അടുത്ത നമ്മളാ. അപ്പൊ നമുക്കൊരു പ്രഷർ ഉണ്ടല്ലേ, ശരിയല്ലേ? ഇനിയിപ്പോ ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഇതിന് എല്ലാ ദിവസവും ഇനി പറഞ്ഞു തുടങ്ങും, ചേട്ടനെ കണ്ട് പഠിക്കുക. ചേട്ടനെ പറഞ്ഞു തുടങ്ങിയോ ഇവര്? ഇപ്പളെ പറഞ്ഞു തുടങ്ങിയോ? തുടങ്ങുമായിരിക്കും. അപ്പൊ എങ്ങനെ കാണുന്നു വെച്ചാ ഈ ഒരു വിജയത്തെ? See, when he came here and joining Brilliant, whether it's a brilliant decision or not, that was our question. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ബ്രില്യന്റ് ഡിസിഷൻ. What was your expectation? എക്സ്പെക്ടേഷനുപരി ഇപ്പം ദി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് റോ മെറ്റീരിയൽ. ഹൗ ഇറ്റ്സ് മോൾഡഡ്, ദാറ്റ് ഈസ് മോർ റെലവന്റ്. അതാണ് ബ്രില്യന്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഐ ടെൽ ദാറ്റ് ജോയിനിങ് Brilliant is definitely a brilliant decision because they are molding the aspirant. Actually, that is the reason why we also happy with that. What about the decision that he's going to repeat the thing, right? They are investing 1 year. അത് നോർമലി ആളുകൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി അല്ലല്ലോ. അല്ല, അതപ്പം അങ്ങനെ അതിനെ എങ്ങനെയായിരുന്നു? അത് ആ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരുന്നു? അത് പാഷനാണ്. കാരണം ഇൻ ദി ബിഗിനിങ് ഓൺവേർഡ്സ് ഹി സേസ് ദാറ്റ് ഹി വാണ്ട് ടു ബി എ ഡോക്ടർ. അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഒരു ഡിസിഷനേ ആയിരുന്നില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മോളുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അവൾക്ക് പൈലറ്റ് ആണോ ആഗ്രഹം. ലെറ്റ് ബി ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു പ്രിഫറൻസ് ആണ് നമ്മൾ താല്പര്യം. അതുകൊണ്ട് തന്നെ അവന് ഡോക്ടർ ആണെന്നുള്ളതുകൊണ്ട് അവന് 1 year or 2 year ഇൻവെസ്റ്റിംഗ് എന്നുള്ളവര് അവന്റെ പാഷൻ അവൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഓരോ സ്റ്റെപ്പ് ഇപ്പൊ അവിടെ നമ്മുടെ ഗസ്റ്റുകളെല്ലാം പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി ഇത് ഓരോ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന തന്നെയുള്ളതാണ്. അപ്പൊ പാഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി സക്സസ് തിങ്. അതായത് ഈ ഒരു പാരന്റിന്റെ ഈ അച്ഛന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേൾക്കേണ്ടതാണ്. കുട്ടിയുടെ ഇഷ്ടം. കാരണം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു കൊല്ലം പോവുമോ എന്നാ. അതായത് അവര് പറയുന്നതേ നഷ്ടപ്പെടുക എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, അല്ല അതിനകത്തൊരു മെയിൻ ഒരു കാര്യം വെച്ചാൽ സാറിന് ഇപ്പോഴും റിമെമ്പർ ചെയ്യുന്ന റിമെമ്പർ ചെയ്യാൻ കാരണം പറഞ്ഞാല് മാത്സ് ആണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പൊ മാത്സിനകത്ത് സാറിന്റെ പ്രസന്റേഷനെ കുറിച്ചാണ് ഇപ്പോഴും അവൻ ഓർക്കുന്നത്. ഒരു പ്രാവശ്യം ബ്രില്ലിന് വന്ന് ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും ബ്രില്ലിനെ കുറിച്ച് ഓർക്കുന്നതിന് അല്ലെങ്കിൽ സാറിനെ കുറിച്ച് ഓർക്കുന്ന കാര്യം മാത്സ് കൊണ്ട് ഇഷ്ടമുള്ളത് സാറിന്റെ പ്രസന്റേഷൻ സ്കിൽ കൊണ്ടാണ്. പക്ഷെ അവന്റെ പാഷനോ മെഡിക്കൽ ഫീൽഡാണ്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞല്ലോ, നീ മാത്സിൽ ബ്രില്ലിന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കൽ ഫീൽഡിൽ ട്രൈ ചെയ്യാം. ഈ ഒരു സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയ. അതുപോലെ സാറിന്റെ പ്രസന്റേഷൻ പോലെ തന്നെയാണ് അവിടെ ഉള്ള എല്ലാ ഫാക്കൽറ്റിന്റെയും അങ്ങനെ തന്നെയാണ്. കാരണം അവർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബ്രില്യന്റ് മോൾഡ് ചേർക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രഷർ അല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് കുട്ടികൾ ആ ലെവലിലേക്ക് ഉയർത്തിയെടുക്കുകയാണ്. അതെ, ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രില്യന്റ് ജോയിൻ ചെയ്ത് മോൻ സക്സസ് ആയതിനു ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ബ്രില്യന്റ് ഡിസിഷൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ബാക്കി എങ്ങനെയാ, ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യം? എനിക്കിപ്പം എന്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെർഫ് റാങ്കിങ്ങിൽ ഒരു ടോപ്പ് 100-ലോ ടോപ്പ് 50-ലോ വരുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അത് താങ്ക്ഫുള്ളി എനിക്ക് ഇപ്പം ഞാൻ ലാസ്റ്റ് നിൽക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. വീട്ടിൽ പോയി വരാം. അതെ, വീടിനെ കുറച്ചുകൂടെ അടുത്താണെന്നുള്ളതിന്റെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. അതാണ് അടുത്ത നമ്മൾ കാണുന്നത് കോൺവൊക്കേഷൻ പരിപാടിക്ക്. തീർച്ചയായിട്ടും ഇമോഷണൽ സൈഡ് ഉണ്ട്. ഉറപ്പായിട്ടും വിളിക്കണം. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇവിടുത്തെ ഈ ഓഡിറ്റോറിയത്തിൽ ഒത്തിരി പേരുടെ ഇന്നപ്പം ഇവൻ ഓടി വന്ന്, സാർ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് വെച്ച്. ഈ 2 വർഷം, ഒരു കൊല്ലം കൊണ്ട് ഒരാൾ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അതിന്റെ ഒരു സന്തോഷമായിട്ട് എന്നാലും ഒരാളുടെ ഓർമ്മകളിൽ ഭയങ്കര വലിയ കാര്യം. ഒരുപാട് സാറന്മാർ ഇതിനകത്ത് ഒരുപാട് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ സാർ, ഞങ്ങളും പലപ്പോഴും ഇ ലേണിംഗ് ആപ്പ് ഒരു ജസ്റ്റ് 2 മാസം ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങളും പല ക്ലാസ്സുകളും നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ സാറന്മാരുടെ ക്ലാസ്സുകൾ കുട്ടികളെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു മടുത്ത് എഴുന്നേറ്റ് പോവല്ല, അല്ലെങ്കിൽ ഫെഡപ്പ് ആവുന്നില്ല. അവർക്ക് വളരെ രസകരമായിട്ട് എല്ലാ സബ്ജക്ട്സും
ടീച്ചേഴ്സ് എല്ലാം കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോ കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. മക്കളെ നിങ്ങൾ കേൾക്കൂ. അപ്പൊ നമുക്കും ശരിക്കും ഒരു പോസിറ്റീവ്. അതുകൊണ്ട് അവൻ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഷുവർ അടുത്ത പ്രാവശ്യം നിനക്ക് നല്ലൊരു റിസൾട്ട് നിനക്ക് കിട്ടും എന്നുള്ളൊരു നീ ഇത് ചെയ്തോ എന്ന് പറയും. വർഷം പോകുന്നതല്ലല്ലോ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ജോലിയല്ല, ഇദ്ദേഹം ഡോക്ടർ ആവുക എന്ന് പറയുന്നത് അതൊരു സേവനമാണ് ഞങ്ങളുടെ ആഗ്രഹം. ജോലി എന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഡോക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറിന്റെ ജോലിയായിട്ട് കാണുന്നില്ല, നമ്മൾ അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുക, ദൈവതുല്യമായിട്ട് കാണാൻ. ആ ഒരു ലെവലിലേക്ക് വരാൻ പറഞ്ഞാൽ വലിയ കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെയും ബ്രില്യന്റ് മോൾഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ സാറന്മാരെയും ബ്രില്യന്റ് ഇങ്ങനെ ആവണം, കാരണം ഇവർക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ ഉണ്ട്. കുട്ടികളെ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊരു പിക്ചർ ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ്. എനിക്കൊരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് 12th കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് കുറച്ച് ചില സബ്ജക്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെ ഇവോക്ക് ചെയ്യാത്ത. പക്ഷേ ബ്രില്യന്റിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ ഇൻട്രസ്റ്റ് എന്താണെന്ന് കാണിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ ആ ബേസും അതും ഫ്രം ദ ഗ്രൗണ്ട് അപ്പ് എനിക്ക് അത് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയതിന്റെ കാരണം ക്ലാസ്സസും ഫാക്കൽറ്റിയും ഒക്കെ തന്നെയാണ്. ഒരു കാര്യം എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ലൈക്ക് എന്താണ് വാട്ട് മേക്സ് ബ്രില്യന്റ് സ്റ്റാൻഡ് ഔട്ട് എന്നുള്ളത്. ആസ് എൻ ബ്രില്യന്റ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള ബിഗസ്റ്റ് റീസൺ ഇസ് കേരളത്തിലുള്ള ഒരു 90-95% സ്റ്റുഡൻസ് ബ്രില്യന്റിൽ തന്നെയാണ്. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ ആ കോമ്പറ്റീഷൻ തന്നെയാണ് നമുക്ക് ലൈക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ട് പ്രോഗ്രസ് ട്രാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന അത്രയും ബിഗ് സാമ്പിളിംഗ് സൈസ് ഉള്ളതുകൊണ്ട് അത്രയും സ്റ്റുഡൻസ് പങ്കെടുക്കുന്നു. ഇപ്പൊ മോഡൽ എക്സാംസ് ആണെങ്കിലും നമ്മൾ ആ മോഡൽ എക്സാംസിനെ പ്രൊപ്പോർഷൻ ആയിട്ട് എക്സ്ട്രാപുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മുടെ കേരള റാങ്ക് എവിടെ നിൽക്കും, നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് എവിടെ. അത് തന്നെ ദാറ്റ്സ് മോർ ദാൻ ബിഗ് എനഫ് റീസൺ ടു ചൂസ് ബ്രില്യന്റ്. ഇനി മറക്കരുത്, അടുത്ത കോൺവൊക്കേഷനാ. അടുത്ത നിന്റെ കോൺവൊക്കേഷനാണ്. അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടൊരു കാര്യത്തിൽ എനിക്ക് തോന്നിയത്, എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോനോട് ചോദിച്ചു, എന്നോടായിരുന്നു മോനെ എക്സാം? ബ്രില്യന്റ് എക്സാം പോലെ തന്നെ, ബ്രില്യന്റ് എക്സാം പോലെ. അപ്പൊ അല്ല അത് കേട്ടത് മറ്റൊന്നുകൊണ്ടല്ല, ആ രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. കാരണം ആ രീതിയിൽ തന്നെ അവരെ ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ലാതെ ആ രീതിയിൽ. അപ്പൊ അത് തീർച്ചയായിട്ടും ബ്രില്യന്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് അത്. കാരണം കോഴ്സ് കഴിഞ്ഞപ്പോ എന്നോട് ഒരു ഫ്രണ്ടും എന്റെ ഒരു കസിനും ചോദിച്ചു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാനാ ഏതാണ് നിങ്ങളുടെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടിക്ക് നീറ്റ് കിട്ടണോ, ബ്രില്യന്റ് വേറൊരു ഓപ്ഷൻ എനിക്കില്ല. അപ്പൊ അവര് ഒരാള് UAE-ലാണ്, അവരും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഒരാൾ ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ കൊല്ലം സെന്ററിൽ ജോയിൻ ചെയ്തു. എന്തായാലും ബ്രില്യന്റ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിരുന്നല്ലോ അല്ലെ? എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിരുന്നു. കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.